മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരത്തിൻ്റെ സംവിധാനത്തിൽ തിയേറ്ററിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ബാലൻ ദ ബോയ്. മഞ്ഞുമ്മൽ ബോയ്സും അതേപോലെ ചിദംബരത്തിന് തന്നെ മറ്റൊരു സിനിമയായിട്ടുള്ള ജാനേമനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ജേണറിലാണ് ഈ സിനിമയുള്ളത്. തീർത്തും മിസ്റ്ററിയാണ്. നമ്മൾ ആദ്യം മുതൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു ചിദംബരം മാജിക് ഈ സിനിമയിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യം തുടങ്ങുന്നതിന് ഒരു കഥ പറച്ചിലൂടെയാണ്. ഒരു അമ്മ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയിലൂടെയാണ് സിനിമയുടെ തുടക്കം. ആ തുടക്കം മുതൽ അവസാനത്തെ ഷോട്ട് വരെ, സിനിമ തീരുന്ന അവസാനത്തെ സീൻ വരെ പ്രേക്ഷകരെ ഒരു കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അല്ലെങ്കിൽ കണ്ണ് ചിമ്മാതെ ശ്രദ്ധിച്ചിരിക്കാന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്രയും സൂക്ഷ്മമായിട്ട് അത്രയും മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തിയാണ് വേണ്ടത്. ആ സംതൃപ്തി ഈ ബാലൻ എന്ന നമ്മൾ പുതിയ സിനിമ, പഴയ ഒരു ബാലനുണ്ട്, ബാലൻ എന്ന ചിദംബരത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സംതൃപ്തി ഓരോ പ്രേക്ഷകനും കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ചിദംബരത്തിൻ്റെ മാജിക് തന്നെയാണ്. അതേപോലെ തന്നെ മ്യൂസിക്, ഓഫ് കോഴ്സ് സുഷിൻ ശ്യാമാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് സുഷിൻ ശ്യാം ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓരോ ഫ്രെയിമും അതേപോലെ തന്നെ ഓരോ ഫ്രെയിമും സിനിമാറ്റോഗ്രാഫർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഡയറക്ടർ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനകത്ത് ബാലനായിട്ട് അഭിനയിച്ച 2 കുട്ടികളാണ് ബാലനായിട്ട് വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും അടിപൊളി എന്നല്ലാതെ അവർ രണ്ടാളുടെയും പെർഫോമൻസ് വേറെ ഒന്നും പറയാനില്ല. കുട്ടിയുടെ അമ്മയായിട്ട് വരുന്ന അവരുടെ പെർഫോമൻസും കിഡിലിനാണ്. ഏറ്റവും പ്രധാനമായിട്ടും ചെറിയൊരു ബാലനായിട്ടുള്ളൊരു കുട്ടിയും കുട്ടിയുടെ അമ്മയുമാണ് ഏറ്റവും പടത്തിൽ മുഴുനീളം ഉള്ളത്. എന്താ പറയുക, അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ നമ്മുടെ കിളി പറത്തുന്നതല്ലോ, ഒരു വാവ് അടിച്ചു പോയി. ക്ലൈമാക്സ് ഒക്കെ നമ്മളൊരു വാവ്, ആ സാധനം വന്നു. ശരിക്കും പറഞ്ഞാൽ ആ സാധനം വന്നു കഴിഞ്ഞു. ആ സാധനം വരുത്തിക്കാൻ വേണ്ടി സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിനിമ കണ്ടതിൽ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട്, എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.